ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വഴുതനങ്ങ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ വഴുതനങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കറി വെച്ചാലൊന്നും അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അവിടെ. അപ്പോൾ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്കായാലും അതെ, അവർ കഴിക്കാത്ത പച്ചക്കറികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിച്ചോളും. അപ്പോൾ അതിന് ഞാൻ 3 വഴുതനങ്ങയാണ് കേട്ടോ എടുത്തേണേ. എന്നിട്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണോ ഒക്കെയാണ് നമുക്ക് സാമ്പാറിലോ അല്ലെങ്കിൽ കറികളിലൊക്കെ ഇടാൻ പറ്റുള്ളൂ. കൂടുതലിട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു മസാലക്കൂട്ട് വേണം. അത് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അമ്മിയും അരച്ചെടുത്തതാണ് ഞാൻ. അത് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇതിനാവശ്യമുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കണം കേട്ടോ, ഈ പൊടികളെല്ലാം കൂടിയിട്ട്. നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കാം. എന്നിട്ട് അതെല്ലാം കൂടി അതിലിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാത്തിനും നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മസാല എല്ലാത്തിനും നന്നായി പിടിക്കണം കേട്ടോ. കൈ കൊണ്ട് നന്നായി തിരുമ്പി പിടിപ്പിക്കുക. അത് ആ മസാലയൊക്കെ നന്നായി തിരുമ്പി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരമണിക്കൂർ നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ നമുക്ക്. മസാലയൊക്കെ നന്നായി പിടിക്കാനാണ് കേട്ടോ അരമണിക്കൂർ വെക്കണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഞാനെടുത്തിട്ടുണ്ട് 2 തക്കാളിയും 2 സബോളയാണ് കേട്ടോ. ഇത് കനം കുറച്ചിട്ട് നന്നായി നീളത്തിൽ അരിഞ്ഞെടുക്കണം. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ഗ്യാസുമ്മ വയ്ക്കണം കേട്ടോ. പാത്രം ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചാണ് വഴുതനങ്ങ മസാല പുരട്ടി വെച്ചേക്കണത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം നന്നായി പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ, ഒന്നും പിടിക്കാണ്ട്. രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചിട്ട് ബ്രൗൺ നിറാക്കി റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നന്നായിട്ട് കരിയാണ്ട് എടുക്കണം. രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചിട്ട് റോസ്റ്റ് ആവണ വരെ ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി കേട്ടോ. കൂട്ടി കത്തിച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ 2 ഭാഗവും തിരിച്ച് മറിച്ചിട്ട് എടുത്തേക്കണതാണ് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം.
അത് കോരി എടുത്തുട്ടാ. ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് സബോളയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കണം. ആ പാത്രത്തിൽ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ അരിഞ്ഞു വെച്ചാണ് സബോള നമുക്കതിലിട്ട് കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ കത്തിച്ചാൽ മതി, അല്ലെങ്കിൽ സബോള കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സബോള പെട്ടെന്ന് ചുമന്ന് കിട്ടും. പെട്ടെന്ന് ബ്രൗൺ നിറാവാൻ എളുപ്പമുണ്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അതൊന്ന് കുറച്ച് ബ്രൗൺ നിറായി വരുന്ന നേരം ഇങ്ങനെ വഴറ്റി കൊണ്ട് നിൽക്കണം കേട്ടോ. ഇതാ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചാണ് തക്കാളിയും കൂടി അതിലിട്ട് കൊടുക്കാം. അതൊരു 5 മിനിറ്റ് നേരം വേവണം കേട്ടോ. പിന്നെ അതിലേക്കും കുറച്ച് മസാലപ്പൊടികൾ കൂട്ടണം കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്. ഇത്രയും ഇതും കൂടി ഇതുമേ തക്കാളിമേയും സബോളമേയും പിടിക്കണമല്ലോ കുറച്ച് മസാല. അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ അതിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊണ്ട് നിൽക്കുക കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് വരണ വരെ ഇളക്കി കൊണ്ട് നിൽക്കണം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്താ തക്കാളിയും നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം സബോളയും തക്കാളിയും നന്നായിട്ട് മിക്സായി നന്നായി വെന്ത് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വഴുതനങ്ങ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കി വെച്ചു. അതിന് മുകളിൽ കുറച്ച് മല്ലിയുടെ ഇല ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങ റോസ്റ്റ് റെഡിയായി കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ വഴുതനങ്ങ ഒരുപാട് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ പറഞ്ഞോളൂ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ വഴുതനങ്ങ റോസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.